Hello guys, welcome back to my channel. It's me ALEENA. And the channel is subscribe cheyidittillengi ippole thanne ipo subscribe cheya. And thottappurthu oru kunni bell icon undu adumey kudu onu click cheya. Aduma click cheyumbo moonu options varum. Adil all ennulla option choose cheya. Annale njan videos post cheyumbo ningalku miss cheyanda regular aayittu kaanan pattullu. Pinne nammada final day aanu ice cube facial challenge inde inna day 7 aanu. Innu njan eduthirikkunna ingredient endanu vechal pineapple aanu. എനിക്ക് പറയാനുള്ള കാര്യം പൈനാപ്പിളും കുറേ പേർക്ക് മിക്കുള്ളവർക്കും ചിലപ്പോൾ അലർജി ഉണ്ടാവും. അപ്പം അതിനു മുന്നേ നിങ്ങൾക്ക് അത് ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയ ഇതിൻ്റെ ഒരു ജ്യൂസിൻ്റെ ഒരു പ്യൂരി എടുക്കുക. എന്നിട്ട് ഈ ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വല്ല ചൊറിച്ചിലോ അലർജീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ഇത് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ എന്തിട്ട് വെജിറ്റബിൾ ആണോ ഉള്ളത്, അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്തായാലും ഉള്ളത്, വേണമെങ്കിൽ വാട്ടർമെലൺ ഉപയോഗിക്കാം, എന്താണുള്ളത് നിങ്ങൾ അത് ഉപയോഗിക്കാം. വീട്ടിലുള്ളത് ഇത് തന്നെ വേണം എന്നില്ല. പിന്നെ ഞാനിത് ഇങ്ങനെ ഐസ് ക്യൂബ് ആക്കുന്നതിന് മുന്നേ ഒരു മണിക്കൂർ ഇത് കട്ട് ചെയ്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എന്തെങ്കിലും അലർജീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഥവാ അതിൽ നിന്നൊന്ന് പോകാൻ വേണ്ടി അലോവേരയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല, അതുപോലെ തന്നെ. എന്നിട്ടാണ് ഞാനിത് മിക്സിയിലിട്ട് അടിച്ച് ഐസ് ക്യൂബ് കണ്ടെയ്നറിലാക്കി വെച്ചത്. ഒരു 2 മണിക്കൂർ ആകുമ്പോഴേക്ക് ഇത് ക്യൂബായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ക്ലെൻസ് ആയ ഫേസിൽ വേണം ഇത് യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഓരോ ക്യൂബായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ ഒരു സ്ഥലത്ത് ഒരു 5 to 6 സെക്കൻഡ്സിന് കൂടുതൽ വെക്കാൻ പാടില്ല. ഇങ്ങനെ സർക്കുലർ മോഷനിൽ ചെയ്യണം. ഈ പൈനാപ്പിളിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിൽ കുറെ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ആന്റി ഓക്സിഡൻസ് മാത്രമല്ല, വിറ്റാമിൻ സി ഉണ്ട്. വിറ്റാമിൻ സി ഇപ്പൊ എല്ലാവരും ഒരു വിറ്റാമിൻ സി സിറം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണിത്. സ്കിൻ വൈറ്റനിങ്, ഡാർക്ക് സ്പോട്ട്സ് റിമൂവൽ, ബ്ലെമിഷസ് മാറാൻ, എല്ലാവർക്കും വേണ്ടി പിഗ്മെന്റേഷൻ. പിന്നെ ഇതിൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ഉണ്ട്. ആക്നീനെ ഡ്രൈ ഔട്ട് ആക്കി കളയും. പിന്നെ വ്രിങ്കിൾസിന് ഉള്ള സ്ഥലത്ത്, സ്കിന്നുള്ള സ്ഥലത്ത് അവിടെ റിപ്പയർ ചെയ്യും. പിന്നെ വ്രിങ്കിൾസിനെ പ്രിവെന്റ് ചെയ്യും. കുറെ ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ പൈനാപ്പിൾ കുറെ പേർക്ക് അലർജീസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയത് ഏതാണോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു 7 ദിവസമായിട്ട് ഈ ഐസ് ക്യൂബ് ചാലഞ്ച് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു മാറ്റമുണ്ട്. ടാൻ ഉണ്ടായിരുന്നതൊക്കെ നല്ലോണം എന്താ പറയാ മാറിപ്പോയിട്ടുണ്ട്. സ്കിന്നൊന്ന് ലൈറ്റൻ ആയിട്ടുണ്ട്, ഒന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ഡൾനെസ് ഒക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോ ക്യൂബ് കഴിയുമ്പോൾ അടുത്ത ക്യൂബായിട്ട് എടുക്കാം. എന്നിട്ട് സർക്കുലർലിയും ഒരു സ്ഥലത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പൈനാപ്പിൾ പെട്ടെന്ന് മെൽറ്റ് ആവുന്നുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു റിസൾട്ട് ഉണ്ടാവും, അത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ അത് ഒരു ദിവസത്തേക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് അധികം റിസൾട്ട് ഉണ്ടാവില്ല. അതാണ് ഞാൻ ഈ ഒരാഴ്ചത്തെ ഒരു ചാലഞ്ച്. നല്ല മാറ്റം ഉണ്ടാവും. എൻ്റെ പോൾസൊക്കെ ശരിക്കും ക്ലോസ് ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, സെബം നല്ലോണം കൺട്രോൾ ആയിട്ടുണ്ട്. സ്കിൻ വൈറ്റൻ ആയിട്ടുണ്ട്. അത് ഈ ഒരു ചാലഞ്ച് ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെ ഒരു എന്താ പറയാ ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് കഴുത്തിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ എല്ലാവരും ഈ ഒരു 1 വീക്ക് എൻ്റെ ഐസ് ക്യൂബ് ചാലഞ്ച് കണ്ടു നോക്കാം. പിന്നെ എൻ്റെ മുന്നത്തെ ഐസ് ക്യൂബ് ചാലഞ്ച് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഒരാഴ്ചത്തെ വീഡിയോ ആണ്, അപ്പൊ അതും പോയി കാണാം. അപ്പൊ നമുക്ക് ഇനി മസാജ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ വീഡിയോ പറയുന്ന പോലെ ഞാൻ മസാജ് ഇതിൽ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. എൻ്റെ മസാജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണണമെങ്കിൽ എൻ്റെ ഐസ് ക്യൂബ് ഫേഷ്യൽ ചാലഞ്ച് ഡേ 1 പോയി കാണാം. അതിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഒരു ചെറിയ മസാജാണ് അത് പോയി കാണാം. അപ്പോൾ നമുക്ക് മസാജ് സ്റ്റാർട്ട് ചെയ്യാം.
ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നു. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ടോണറും മോയ്സ്ചറൈസറും ഉപയോഗിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളിത് രാവിലെയാ ചെയ്യുന്നെങ്കിൽ SPF ഇടാനും മറക്കരുത്. ഇപ്പൊ നിങ്ങൾ വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ പോലും SPF ഇടണം. ഞാനിതിപ്പോൾ ചെയ്യുന്നത് ഒരു വൈകുന്നേരം 5 മണി 6 മണി ആ ഒരു ടൈമിലാണ്. അതാവുമ്പോൾ സൂര്യനൊക്കെ പോയൊരു നല്ല ടൈമാണ്. സ്കിന്നിന് പറ്റിയൊരു ടൈം, സ്കിന്നിന് പാമ്പർ ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് ടൈമാണ് ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് എണീക്കുമ്പോൾ തന്നെ. ഇതാണ് ഒരു ബെസ്റ്റ് ടൈം സ്കിന്നിനെ പാമ്പർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു 1 വീക്ക് ചാലഞ്ച് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എനിക്ക് നല്ല റിസൾട്ട്സ് ഉണ്ട്. ഈ സൺ ടാൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പിമ്പിൾസും നല്ലോണം കംപ്രസ് ആയി പോയിട്ടുണ്ട്. പോർസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതും ട്രൈ ചെയ്യുക. അപ്പം എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. അതിനു മുന്നേ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനെ ഫാമിലിൻ്റെ ഇടയിലും, പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. സോ ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ, ബൈ.